ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചേമ്പ് നടുന്ന രീതി എങ്ങനെയെന്ന് ഒന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ പറമ്പ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതാണ് ചേമ്പിന്റെ തട. ഈ തട കട്ട് ചെയ്ത് വച്ചാണ് നമ്മൾ നടാൻ പോകുന്നത്. ചേമ്പിൻ തട ഇതേ വീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ചേമ്പിൻ തട ഇതേ വീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത തട ഇതേപോലെ 2 പീസായിട്ട് മുറിച്ചെടുക്കാം. ഇതാണ് ചേമ്പിന്റെ മുള. ഇനി നമുക്ക് ചേമ്പ് നടാനായിട്ട് തടമെടുക്കാം. മണ്ണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് കിളച്ചു കൊടുക്കാം. ഇതുപോലെ മണ്ണ് നല്ലതുപോലെ ഇളക്കി ഒന്ന് കിളച്ച് റൗണ്ടാക്കി നമുക്ക് എടുക്കാം. ചേമ്പ് നടാനായിട്ട് നടുക്ക് നമുക്കൊരു ചെറിയ കുഴി വെക്കാം. ചേമ്പ് നടാനായിട്ട് നമ്മൾ എടുത്ത തടം ഇതുപോലെ ചരലൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി എടുക്കാം. നമുക്ക് ചേമ്പ് നടാനായി ആഴത്തിലുള്ള കുഴിയൊന്നും ആവശ്യമില്ല. വൃത്തിയാക്കി എടുത്ത തടത്തിലേക്ക് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന്റെ മുകളിലേക്ക് നമുക്ക് തട വെച്ച് കൊടുക്കാം. തട വച്ചതിന്റെ മുകളിൽ അത് മൂടത്തക്കവണ്ണം ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ചാണകം ഒന്ന് മൂടത്തക്ക രീതിയിൽ അല്പം മേൽമണ്ണ് ഇട്ട് കൊടുക്കാം. വീണ്ടും തടത്തിന് ചുറ്റും നമുക്ക് അല്പം ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന്റെ മുകളിലേക്ക് നമുക്ക് അല്പം എല്ലുപൊടി കൂടി ഇട്ട് കൊടുക്കാം. എല്ലുപൊടി ഒത്തിരി ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ഒരല്പം ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല വിളവ് ലഭിക്കുന്നതിന് ഇടയാകുന്നു. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അല്പം മേൽമണ്ണ് കൂടി പിന്നെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചേമ്പ് നട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കരിയില ഇട്ട് കൊടുക്കാം. കരിയില നല്ലൊരു ജൈവവളമാണ്. അത് ചേമ്പിന് ചൂടടിക്കാതിരിക്കാനെ സഹായിക്കുന്നു. മഴയെ ആശ്രയിച്ചാണ് ഈ കൃഷികളൊക്കെ ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് 2-3 മഴ കിട്ടിയതുകൊണ്ടാണ് ഇത് കൃഷി ചെയ്തത്. മഴയില്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് നനച്ചു കൊടുക്കണം. കരിയിലയൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ കരിയിലയൊക്കെ പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം മേൽമണ്ണ് കൂടി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് സെറ്റാക്കി എടുക്കാം. നമുക്ക് അങ്ങനെ ഇന്ന് നമ്മുടെ ചേമ്പ് കൃഷി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. മൊത്തം തയ്യാറായിട്ട് എല്ലാം നട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 വളർന്നു വന്ന് 2 ആയി കഴിയുമ്പോൾ നമുക്കതിന് വളം ഇട്ട് കൊടുത്ത് മണ്ണൊക്കെ ഒന്ന് കൂട്ടിക്കൊടുത്ത് വളമൊക്കെ ഇട്ട് കൊടുക്കണം. അന്നേരം നമുക്ക് ഏറെ വിളവ് അതിനകത്ത് നിന്ന് നമുക്ക് ലഭിക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചപ്പ് ചവറുകളോ ഇലകളോ നമുക്ക് ഇട്ട് കൊടുക്കാം. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.